ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 മണിയായിട്ടാണ് നേരം. ഞാനിതാ അതിൻ്റെ ഇടയിൽ ഇന്ന് ഷോപ്പിൽ ലീവ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ ഷോപ്പിലേക്കൊന്ന് പോയി അർജൻറ്റായിട്ട് ഇതേ ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണ വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ അത് എടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വേറെ കല്യാണ വർക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ പോയപ്പോൾ ഞാൻ അതാ ഈ കുട്ടനക്ക് സ്നാക്സ് ഐറ്റംസുകളൊക്കെ വാങ്ങി. പിന്നെ അവർക്ക് സ്മൂത്തി ഉണ്ടാക്കാനുള്ള ഈത്തപ്പഴം പിന്നെ പഴം രാവിലെ പുഴുങ്ങി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കാടമുട്ടയാണ് രാവിലെ പുഴുങ്ങി കൊടുക്കാറെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്മൂത്തി രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. നോക്കട്ടെ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നു. ഈ നൈറ്റ് എനിക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മളുടെ ലിയോ കരയണുണ്ട് കേട്ടോ. ഞാൻ ലിയോക്ക് ഫുഡ് കൊടുക്കട്ടെ. അവൻ്റെ മീൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6:30 സമയത്ത് ലിയോക്ക് ഫുഡ് കൊടുക്കും. പിന്നെ ഒരു 10 മണിക്ക് കടയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ കൊടുക്കും. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് 10 മണിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ലിയോക്കുള്ള ഫുഡ് എടുത്ത് കൊടുക്കട്ടെ ആദ്യം. എന്നിട്ട് ബാക്കി പരിപാടി കേട്ടോ. കാരണം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. വിശക്കുണ്ടാവും ലിയോക്ക്. ഞാൻ കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടി നോക്കാൻ. അയ്യോ നീ കഴിക്കട്ടോ. ഇതൊക്കെ ഐസ് കപ്പാങ്ങ. ഏയ് സൂപ്പറല്ലേ സൂപ്പർ. ഞാൻ താഴത്തു നിന്നുള്ള വീഡിയോ നാളെ കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇത് മേലെ നിന്നുള്ള കേട്ടോ. കപ്പാങ്ങയാണ്. വലിപ്പം വെച്ചില്ല. അതിൻ്റെ മുന്നേ കുറേ പൊട്ടിച്ചാടി പോകും കേട്ടോ. അത് വലിയ മാങ്ങ ആവണോണ്ടേ. അപ്പോൾ ഞാനേ ഒരു സാധനം കാണിച്ചിട്ടേ. ദേ ഉമ്മ ഉപ്പൊക്കെ ഇട്ട് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. നൊസ്റ്റാൾജി. ഓ വായിൽ വെള്ളം വരുന്നു. ഇത് ഇന്നലെ ഇവിടെ ഉപ്പൊക്കെ ഇട്ട് വെച്ച്. പക്ഷേ ഇന്നലത്തെ മഴയിൽ ആകെ നനഞ്ഞുപോയി. വെയിൽ അടിപൊളി. ഇതിൻ്റെ സ്മെല്ല് തന്നെ നല്ലൊരു അല്ലേ. പണ്ടൊക്കെ അത് ഒരുപാട് കഴിച്ചിരുന്നു. പണ്ട് എത്രയും കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വന്നതാണ്. ഉച്ചയ്ക്ക് പോയത് കേട്ടോ. 1 മണിക്കൂർ ഷോപ്പിലിരുന്നു. ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ 2 മണിയായി. അപ്പം ഞാൻ വന്ന് നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആവണ്ടാ. ഞങ്ങളിതാ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ട് കേട്ടോ. ഗൈസ് പറ. ഹായ് ഗൈസ്. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഓ നല്ല തലവേദന ഉണ്ട്. ഞാൻ ഗുളിക കഴിച്ചിട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കിടന്നേക്കണം. പറടാ. ക്ലിയറില്ലേ? ക്ലിയർ കുറവുണ്ടല്ലോ. അസ്മൂട്ട നല്ല ഉറക്കിലാണ് കേട്ടോ. ഉണ്ട്. അപ്പം ഞാൻ അവൻ നീക്കുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കട്ടെ. പഴം പുഴുങ്ങാന്ന് വിചാരിച്ചു. പഴം പുഴുങ്ങി വെക്കട്ടെ കേട്ടോ അവൻ നീക്കുമ്പോഴത്തേന്. അപ്പോൾ ഇതാ ഒരു പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഗ്ലാസ് പാലിട്ടാ. ഞാൻ പാല് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉറങ്ങി നീറ്റ് വന്നല്ലേ. അപ്പോൾ എൻ്റെ ക്ഷീണം മാറ്റാൻ കേട്ടോ. ഞാൻ മധുരമൊക്കെ ഇട്ടിക്കണതിൽ. കളിക്കാനാ? കളിക്കാൻ പോയിക്കോ. ഇതാ വെച്ച് പഴം പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് ആയിട്ട് പോവാം. ചാടിച്ചിട്ടേ പോകാം കേട്ടോ. താങ്ക് യു. ഇതൊക്കെ തന്നിട്ട് കഴിക്കുകയാണ്. നീ കഴിക്കില്ലേ? നീ കഴിക്കില്ലടാ. എനിക്ക് വേണ്ട. കഴിച്ചോ. കഴിച്ചോളൂ. ശക്തിമാനാവട്ടെ.
മതി കളിച്ചതുണ്ട് പോരെ. ആ വൈകുന്നേരം അയക്കണേ. നീയും പോവുക? ചാടിച്ചാ? ആ എന്നാ ശരി. ആ അസ്മിയോട് വരാൻ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാ. അപ്പോൾ അതാ സന്ധ്യയായി തുടങ്ങിയപ്പോൾ നമ്മളുടെ സരോജിനി ചേച്ചി വിളക്കൊക്കെ കൊളുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാടത്ത് പോയി കണ്ടു വരാമെന്ന്. പാടത്ത് ഉമ്മയും ഉപ്പയും മാമനും മാമിയൊക്കെ ഉണ്ട് വിറക് നേരാക്കണം. അപ്പോൾ ഞാൻ അവിടെ പോയി. പിന്നെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടോ. പിന്നെ ഇതാ ഇവർ മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴായിട്ട് വിചാരിക്കും എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് കുറേ നേരം ഇവിടെ അങ്ങനെ പാടത്ത് വന്നിരിക്കണം എന്നൊക്കെ. പക്ഷേ ഇന്നും നടക്കാറില്ല കേട്ടോ. പിന്നെ അറിയാലോ രാത്രിയാവും ഞാൻ എത്താൻ. പക്ഷെ അപ്പം ഒന്ന് ചാൻസ് കിട്ടിയപ്പോൾ വേഗം പോകുന്നതാണ്. അപ്പം ഇനി സന്ധ്യ ആയില്ല. ഞാൻ അധികം ഇവിടെ നിൽക്കണം അത്ര നല്ലതല്ല. അപ്പം ഞാൻ ഞങ്ങൾ വീട്ടിൽ പോട്ടെ കേട്ടോ. ചെന്നിട്ട് ഇനി കുറച്ച് പരിപാടികളുണ്ട് വീട്ടിൽ ചെന്നിട്ട്. പിന്നെ അസ്മിയക്കുട്ടൻ മേലേക്ക് പോയിക്കണം. അൻസിമോളെ കൂടെ വണ്ടിയിട്ട് മേലേക്ക് പോയിക്കണം കേട്ടോ, സൈക്കിളായിട്ട്. അപ്പം ഞാനെ പോയി വിളിച്ചുകൊണ്ടണം. അപ്പോൾ അതേ വിളക്ക് കൊളുത്തി. അപ്പോൾ ഇനി ഒന്നും പറയാനില്ല. ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അസ്മിക്കുട്ടത് മദ്രസയ്ക്ക് പോകാൻ റെഡിയായിക്കണ്. അവർക്ക് ഞാൻ കാടമുട്ടയും പിന്നെ ചായയും കൊടുത്തിട്ടുണ്ട്. ആൾ എന്തോ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ എനിക്ക് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആക്കിയിട്ട് വേണം ഞാൻ മദ്രസയ്ക്ക് പറഞ്ഞേക്കാൻ. അതിന് ശേഷം എനിക്കിത് ഷോപ്പിലേക്ക് പോകണം. തുപ്പച്ചാ പോവാ. ഓക്കെ. ഹലോ ഗുഡ് ഈവനിങ് ഗായ്സ്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാനുണ്ടോ? ഞാൻ പറയണത് കേൾക്കാനുണ്ടോ? ഉണ്ട് തോന്നണില്ലേ? പിന്നെ ഞാനിതാ ഷോപ്പിലാണ്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് നാളത്തെ വർക്കാണ് കേട്ടോ. ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ നാളെ കാണിക്കാം. കാരണം ഇന്നിപ്പോൾ ഇത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറ്റിപ്പുറം പോയി. സ്ഥിരം പോണതല്ലേ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുന്ദരമായിട്ട് എനിക്ക് ചായ തന്നു. 3:30 ഒരു ചായ അടി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ചായ കുടിച്ച്. അതിന് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഒരു മിനിറ്റ് കേട്ടോ. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതേ എൻ്റെ ഫ്രണ്ട് ജസ്താത്ത കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല രായിപ്പൊടിയും തേങ്ങയും ശർക്കരയൊക്കെ കിട്ടും കൂടിയുള്ളൊരു വിഭവം ആൾ കൊണ്ടുവന്നപ്പോൾ പിന്നെ ചായ ഞാൻ വാങ്ങി. അത് സൂപ്പറാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനത്തൊന്നും കഴിക്കാറില്ല കേട്ടോ. കഴിക്കാൻ ടൈം കിട്ടാറില്ല. നമ്മൾ ജോലിക്ക് പോകണവരല്ലേ. പിന്നെ എന്താണ് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഒന്നാമതിൽ നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് ടേസ്റ്റ്. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം രായിപ്പൊടിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലല്ലോ. പക്ഷെ ഇത് രസമുണ്ട്, സംഭവം രസമുണ്ട്. അവർ ആടുണ്ടാക്കിയാൽ തോന്നുന്നു. അപ്പോൾ അതേ ആ സൂപ്പർ. അമ്പലത്തെ പാട്ടുകൊണ്ട് ഞാൻ പറയണ കേൾക്കാണ്ടോന്ന് എനിക്കറിയില്ല. ഇത് മധുരം കുറഞ്ഞിട്ടോ. സംഭവം അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ ഞാൻ ഫ്രോക്ക് തയ്ക്കൽ കഴിഞ്ഞ് പിന്നെ അതാ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കണ്ടോ? ഇതൊക്കെ തയ്ക്കൽ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നാളെ വന്നിട്ട് വേണ്ടത് തയ്ക്കാൻ. സമയം ഒരുപാടായിട്ടാണല്ലോ. സന്ധ്യ ആവാറായി. മഞ്ഞക്കല്യാണത്തിൻ്റെ ടോപ്പ് ഗൗണാണ്. ചെറിയ കുട്ടികളാണ് കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്ത ദിവസം കാണാം. ഓക്കെ.